കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടി, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ പ്രതീക്ഷകളും ആശകളും എല്ലാം ഫലവത്തായി തീരുന്നതിന് വേണ്ടി എപ്പോഴും ദൈവത്തോട് മുട്ടിപ്പായിട്ട് നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത് സാധിച്ചു കഴിയുമ്പോൾ, എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളും എല്ലാവരും അനുഭവിക്കണം, എല്ലാവരെയും കാണാം. നമ്മളും അങ്ങനെ തന്നെ പലപ്പോഴും ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തന്ന ദാതാവിനെ നമ്മൾ തീർത്തും മറന്നു കളയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറന്നു കളയല്ലേ. നമ്മൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മുടെ അനുഗ്രഹദാതാവിനെ, കർത്താവിനെ മറന്നു കളയരുത്. അത് വലിയ തിന്മയാണ്. പിൽക്കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഫലം വളരെ ദുഃഖകരമായ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മറക്കരുത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം, നമ്മൾ ഇസ്ഹാക്കിൻ്റെ ചരിത്രം കുറേ പഠിച്ചു. അതിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ഹാക്കും റെബേക്കായും വളരെയധികം താല്പര്യത്തോടു കൂടി മക്കളില്ലാതിരുന്ന് 21 വർഷമാണ് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് കനിഞ്ഞ് അവർക്ക് മക്കളെ കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവം നിങ്ങൾക്കറിയാവില്ല. അവർ രണ്ടുപേരും രണ്ട് വിധത്തിലായി, മക്കൾ വേറെ വിധത്തിലായി. അങ്ങനെ അപ്പനും അമ്മയും രണ്ട് വിധത്തിൽ, മക്കൾ രണ്ടുപേരും രണ്ട് വിധത്തിൽ. കടുത്ത യാതനകൾ, അവരെ ദുഃഖപൂർണമായ ഒരു വാർദ്ധക്യമായിരുന്നു അവരെ നോക്കിയിരുന്നത്. കാരണം എന്താ, ഈ മക്കളെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ദാതാവിനെ മറന്നു, ദാതാവിനെ അന്വേഷിച്ചില്ല, ആ ബന്ധം തുടർന്നില്ലെന്നാണ് കാണുന്നത്. ആ ബന്ധത്തിൽ വിള്ളൽ വീണു. കർത്താവും അവരുമായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഒരു 50 വർഷം മുൻപുള്ള നമ്മുടെ ജീവിതമാണോ ഇന്ന് നമ്മുടെ ജീവിതം? നമ്മൾക്ക് അന്നത്തെ സാഹചര്യങ്ങളാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്? സ്വപ്നം കാണാൻ അന്ന് കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് നമ്മൾ ഉയർന്നു. ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാൻ പോലും കേട്ട് പഠിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അല്പസമയം, അരമണിക്കൂർ 1 മണിക്കൂർ അതിനുവേണ്ടി മെനക്കെടാനില്ല. ഞായറാഴ്ചകൾ പോലും, വിശുദ്ധ ദിവസങ്ങളിൽ പോലും, ദൈവാലയത്തിൽ പോലും പോകാൻ വയ്യാതെ ഒരു ലോകസുഖങ്ങളിൽ അല്പം പണം സമ്പാദനത്തിന് വേണ്ടി ആർത്തിയോടെ ആ സമയം ചിലവഴിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് പള്ളിയിൽ വരുന്നതിന് സൗകര്യമില്ല, എന്നാലും ഞങ്ങൾ പള്ളിയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്, പള്ളിയിലെ ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ച ദാതാവിനെ നാം മറക്കരുത്. ഇത് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇസ്ഹാക്കിൻ്റെ ചരിത്രം, നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് എന്ന വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട്, അത് 3 ഭാഗമായിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അത് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലെല്ലാം എത്തിക്കാൻ നോക്കണം. 3 ഭാഗമുണ്ട്. നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് 1ാം ഭാഗം, 2ാം ഭാഗം, 3ാം ഭാഗം, ഇങ്ങനെ 3 ഭാഗമുണ്ട്.